പ്രിയമുള്ളവരേവർക്കും സ്കൂളിംഗ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. LBS BSc നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ അഡ്മിഷന് വേണ്ടിയുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ ഡേറ്റ് വന്നു. ഓപ്ഷൻ നൽകാനുള്ള ലിങ്ക് ലഭ്യമായാൽ നിങ്ങൾക്ക് ഏവർക്കും സ്വന്തമായിട്ട് നിങ്ങളുടെ മൊബൈലിൽ തന്നെ ഓപ്ഷൻ നൽകാൻ സഹായിക്കുന്ന ഉയർന്ന റാങ്കുള്ളവരും റാങ്ക് കുറവുള്ളവരും എന്തൊക്കെ കാര്യങ്ങളാണ് കൃത്യമായിട്ട് ശ്രദ്ധിച്ച് ഓപ്ഷൻ നൽകേണ്ടത് എന്നീ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് വിശദീകരിക്കപ്പെടുന്ന ലൈവ് ഡെമോ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്യപ്പെടുന്നതായിരിക്കും. വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്താണ് നിങ്ങൾ ഓപ്ഷൻ നൽകേണ്ടത്. ഓഗസ്റ്റ് 10 മുതൽ 15 വരെയുള്ള ഡേറ്റുകളിലാണ് നിങ്ങൾക്ക് ഓപ്ഷൻ നൽകാനുള്ള സൗകര്യം വെബ്സൈറ്റിൽ ഉണ്ടാകുക. ഒരു വിദ്യാർത്ഥിക്ക് താല്പര്യമുള്ള എത്രയും ഓപ്ഷനുകൾ നൽകാൻ വേണ്ടി സാധിക്കുന്നതാണ്. നഴ്സിംഗും പാരാമെഡിക്കൽ കോഴ്സുകളിലേക്കും ഒരുമിച്ചാണ് ഓപ്ഷൻ നൽകാൻ സൗകര്യം ലഭിക്കുന്നത് എങ്കിൽ താല്പര്യമുള്ള ഏത് കോഴ്സിലേക്കും നഴ്സിംഗിലും അതുപോലെ തന്നെ വ്യത്യസ്ത പാരാമെഡിക്കൽ കോഴ്സുകളിലേക്കും നിങ്ങൾക്ക് താല്പര്യമുള്ള ഏത് കോളേജിലേക്കും ഓപ്ഷൻ നൽകാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഓഗസ്റ്റ് 15 ഓപ്ഷൻ നൽകാനുള്ള ഡേറ്റ് അവസാനിച്ചാൽ ഓഗസ്റ്റ് 16 ട്രയൽ അലോട്ട്മെൻറ്റ് വരുന്നതായിരിക്കും. ട്രയൽ അലോട്ട്മെൻറ്റിൻ്റെ സമയത്തും നിങ്ങൾക്ക് ഓപ്ഷനിൽ ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി സാധിക്കുന്നതാണ്. പുതിയ ഓപ്ഷൻ നൽകാം, പഴയത് ഡിലീറ്റ് ചെയ്യാം, അതുപോലെ തന്നെ നൽകിയിട്ടുള്ള ഓപ്ഷൻ്റെ സ്ഥാനവും മാറ്റാൻ വേണ്ടി സാധിക്കുന്നതാണ്. പിന്നീടാണ് യഥാർത്ഥ അലോട്ട്മെൻറ്റ് വരിക. സാധാരണ 3 പ്രാഥമിക അലോട്ട്മെൻറ്റുകളാണ് ഉണ്ടാകാറുള്ളത്. ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ്, തേർഡ് അലോട്ട്മെൻറ്റ്. ഈ അലോട്ട്മെൻറ്റുകൾക്കിടയിൽ നിങ്ങൾക്ക് പുതിയ ഓപ്ഷൻ നൽകാനുള്ള സൗകര്യം ഉണ്ടാകാറില്ല. ഇനി പല വിദ്യാർത്ഥികൾക്കുമുള്ള സംശയമാണ്, കേരള എഞ്ചിനീയറിംഗ്, ഫാർമസി, മെഡിക്കൽ എന്നിവയ്ക്കൊക്കെ ഉള്ളതുപോലെ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഫീസ് നൽകേണ്ട, സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് നൽകേണ്ട ആവശ്യം വരുന്നുണ്ടോ? അതിലൊക്കെ 2000 രൂപ ഓപ്ഷൻ നൽകുന്ന സമയത്ത് നിങ്ങൾ വിദ്യാർത്ഥികൾ പേയ്മെൻ്റ് ആയിട്ട് നൽകേണ്ടതുണ്ട്. അത് അവരുടെ അഡ്മിഷൻ ഫീസിലേക്ക് പരിഗണിക്കാറുമുണ്ട്. എന്നാൽ LBSൽ അങ്ങനെ ഓപ്ഷൻ നൽകുന്ന സമയത്ത് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് വാങ്ങിക്കാറില്ല. നാളെ 10/8/2024 ഓപ്ഷൻ നൽകാനുള്ള ലിങ്ക് വെബ്സൈറ്റിൽ ലഭ്യമാവുക. അതിനു മുമ്പേ തന്നെ വിദ്യാർത്ഥികൾക്ക് ഏതൊക്കെ കോളേജുകളിലേക്കാണ്, ഏതൊക്കെ കോഴ്സുകളിലേക്കാണ് ഓപ്ഷൻ നൽകാൻ സാധിക്കുക എന്നതിൻ്റെ കോളേജ്, കോഴ്സ്, സീറ്റ് ഡീറ്റെയിൽസ് അടങ്ങിയിട്ടുള്ള ലിസ്റ്റ് വെബ്സൈറ്റിൽ വിദ്യാർത്ഥികൾക്ക് ലഭ്യമാക്കപ്പെടുന്നതായിരിക്കും. ഓപ്ഷൻ നൽകാനായി വെബ്സൈറ്റിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും രജിസ്ട്രേഷൻ ID-യും പാസ്വേഡും നൽകി ലോഗിൻ ചെയ്യേണ്ടതാണ്. ലോഗിൻ ചെയ്താൽ എത്തുന്ന പേജിൽ ഓപ്ഷൻ നൽകാനുള്ള ലിങ്ക് കാണിക്കുന്നതാണ്. ആ ഒരു ലിങ്കിൽ പ്രസ് ചെയ്താൽ എല്ലാ കോളേജുകളും കോഴ്സുകളും അവിടെ ലിസ്റ്റ് ചെയ്തതായിട്ട് കാണാവുന്നതാണ്. അവിടെ കാണുന്ന കോളേജുകൾ നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് സെലക്ട് ചെയ്ത് ഓർഡറിൽ നൽകുക എന്നുള്ളതാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ. ഇതുമായെല്ലാം ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു ചാനൽ വഴി ഡെമോ വീഡിയോ അപ്ലോഡ് ചെയ്യപ്പെടുന്നതായിരിക്കും. വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട LBS അഡ്മിഷനുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള അപ്ഡേഷനുകൾ ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. എവർക്കും നന്ദി, നമസ്കാരം.